വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രി PSC എക്സാം സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിലബസിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള അനാട്ടമി ഓഫ് ഐബാൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇനി വരുന്ന സാറ്റർഡേ കൃത്യം 7 മണിക്ക്, രാത്രി 7 മണിക്ക് ഈ സെക്ഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ 7 ക്ലാസ്സുകളും നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ അനാട്ടമിയുടെ പാർട്ട് വരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വരിക. ഇതിൽ പറയാത്ത ക്വസ്റ്റ്യൻസും കൂടെ മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കും കൂടെ പറ്റുന്നവർ മാക്സിമം വായിക്കുക. ആ ഒരു മോക്ക് ടെസ്റ്റും കൂടെ കഴിയുന്നതോടെ ഏകദേശം നമ്മളുടെ അനാട്ടമി ഓഫ് ഐബാൾ നിന്ന് വരുന്ന മാക്സിമം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിയും. അടുത്ത സാറ്റർഡേ 7 മണിക്കാണ് മോക്ക് ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമയമുണ്ട്. അതിന് മുമ്പായിട്ട് എല്ലാവരും ഈ ടോപ്പിക്കുകളൊക്കെ മാക്സിമം കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രൈമറി പൊസിഷൻ ഓഫ് ഗേസ് ദ അപ്പർ ഐലിഡ് കവേഴ്സ് എബൌട്ട് ഡാഷ് പാർട്ട് ഓഫ് ദി കോർണിയ. ആൻസർ ഈസ് 1/6 പാർട്ട് ഓഫ് ദി കോർണിയ. അതായത് നമ്മുടെ പ്രൈമറി പൊസിഷൻ ഓഫ് ഗേസിൽ നമുക്ക് ഐലിഡ്സ് അപ്പർ ഐലിഡും ഉണ്ട്, ലോവർ ഐലിഡും ഉണ്ട്. അതിൽ അപ്പർ ഐലിഡ് കോർണിയയുടെ 1/6 പോർഷൻ കവർ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ ലോവർ ഐലിഡ് കോർണിയെ ജസ്റ്റ് ടച്ച് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ തന്നെ നമ്മുടെ കണ്ണൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, നമ്മൾ പ്രൈമറി പൊസിഷനിലൊന്ന് വെച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കോർണിയയുടെ കുറച്ച് ഭാഗം കവേർഡാണ് നമ്മളെ അപ്പർ ഐലിഡ്, അതായത് ഒരു 1/6 പാർട്ട്. എന്നാൽ ലോവർ ഐലിഡ് ജസ്റ്റ് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലാറ്ററൽ ക്യാന്തസ് ഈസ് എബൌട്ട് ഡാഷ് millimeter ഫ്രം ദി ലാറ്ററൽ ഓർബിറ്റൽ മാർജിൻ ആൻഡ് ലൈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി ഐബോൾ. ആൻസർ ഈസ് 5 to 7 millimeter. ഈ ക്യാന്തസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ലാറ്ററൽ ക്യാന്തസും ഉണ്ട്, മീഡിയൽ ക്യാന്തസും ഉണ്ട്. അതായത് നമ്മുടെ 2 ഐലിഡ് ഉണ്ടല്ലോ, അപ്പർ ഐലിഡും ഉണ്ട്, ലോവർ ഐലിഡും ഉണ്ട്. ഇവ രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ പോർഷൻസിനെയാണ്, ആ ഒരു ആംഗിൾ പോലെ ഫോം ചെയ്യുന്ന ആ ഒരു പോർഷൻസിനെയാണ് നമ്മൾ ക്യാന്ത എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൽ ക്യാന്തസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ നോസിൻ്റെ സൈഡിൽ വരുന്നത് മീഡിയൽ ക്യാന്തസ്, അല്ലെങ്കിൽ അതിനെ ഇന്നർ ക്യാന്തസ് എന്നും പറയും. അതുപോലെ ഔട്ടർ സൈഡിലുള്ളത്, അതായത് നമ്മുടെ കണ്ണിൻ്റെ ലാറ്ററൽ സൈഡിലുള്ള ആ ക്യാന്തസിനെയാണ് ഔട്ടർ ക്യാന്തസ് അല്ലെങ്കിൽ ലാറ്ററൽ ക്യാന്തസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാറ്ററൽ ക്യാന്തസ് ഐബാളുമായിട്ട് കോണ്ടാക്റ്റിലാണ് കിടക്കുന്നത്. അത് ലാറ്ററൽ ഓർബിറ്റൽ മാർജിനിൽ നിന്നും 5 to 7 millimeter ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി നമ്മൾ മീഡിയൽ ക്യാന്തസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മീഡിയൽ ക്യാന്തസ് കുറച്ചുകൂടെ റൗണ്ടഡ് ആണ്. അത് ഐബോളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. ഐബോളിൻ്റെയും അതുപോലെ മീഡിയൽ ക്യാന്തസിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ടിയറിലേക്ക് കിടക്കുന്നത്. ലാക്രിമാലിസ് എന്നറിയപ്പെടുന്ന ടിയറിലേക്ക് കിടക്കുന്നത് ഈ മീഡിയൽ ക്യാന്തസിൻ്റെയും ഐബോളിൻ്റെയും ഇടയിലാണ്. അപ്പോൾ ലാറ്ററൽ ക്യാന്തസിൻ്റെ പോലെ മീഡിയൽ ക്യാന്തസ് ഐബോളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലല്ല കിടക്കുന്നതെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the elliptical space between the upper and lower eyelid margins. എന്താണ്? ലോവർ ഐലിഡിൻ്റെയും അപ്പർ ഐലിഡിൻ്റെയും ഇടയിൽ കാണുന്ന ആ ഒരു എലിപ്റ്റിക്കൽ സ്പേസ്, നമ്മൾ കണ്ണ് തുറന്ന് കാണുന്ന ആ ഒരു സ്പേസ്, അതിനെയാണ് നമ്മൾ പാൽപെബ്രൽ അപ്പർച്ചർ അല്ലെങ്കിൽ പാൽപെബ്രൽ ഫിഷർ എന്ന് പറയുന്നത്. ഈ പാൽപെബ്രൽ ഫിഷറിൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ബർത്തിൻ്റെ സമയത്ത് ഒരു 18 to 21 millimeter ആയിരുന്നു. എന്നാൽ അത് അഡൾട്ടിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സൈസ് കൂടിയിട്ട് 28 to 30 millimeter ആവും. അതുപോലെ അതിൻ്റെ വെർട്ടിക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 8 millimeter ആണ് ബർത്തിൻ്റെ സമയത്ത് പറയുന്നത്. അതൊരു 9 to 11 millimeter ആവും അഡൾട്ട് ആവുമ്പോഴേക്കും. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ദി ഓർബിക്കുലാരിസ് ഒക്കുലൈ മസിൽ കൺസിസ്റ്റ് ഓഫ് 2 parts. ദേ ആർ. നമ്മുടെ അപ്പർ ഐലിഡിൽ കാണുന്ന 2 മസിൽസാണ് ഓർബിക്കുലാരിസ് ഒക്കുലൈ മസിലും അതുപോലെ ലെവേറ്റർ പാൽപെബ്രെ സുപ്പിയോറിസും. ഇതിൽ ഈ ഓർബിക്കുലാരിസ് ഒക്കുലൈ മസിലിന് 2 പാർട്ട് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഓർബിറ്റൽ പാർട്ടും സെക്കൻഡ് പാർട്ട് പാൽപെബ്രൽ പാർട്ടുമാണ്. പാൽപെബ്രൽ പാർട്ടും ഓർബിറ്റൽ പാർട്ടും, ഈ 2 പാർട്സിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഓർബിക്കുലാരിസ് ഒക്കുലൈ മസിൽസ് ആണ് ഐ ക്ലോഷറിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ ഈ ഓർബിറ്റൽ പാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഈ ഓർബിറ്റൽ പാർട്ടിൽ ഓർബിറ്റൽ ഫൈബേഴ്സ് കാണുന്നുണ്ട്. ഈ ഫൈബേഴ്സ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോഴ്സ്ഡ് ക്ലോഷർ ഓഫ് ഐലിഡ്സ് ആൻഡ് പുൾ ദ ഐബ്രോസ് ഡൗൺവേർഡ്.
അതായത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഐ ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്നത് ഈ ഓർബിക്കുലാരിസ് ഓക്കുലൈ മസിലിൻ്റെ ഓർബിറ്റൽ പാർട്ടാണ്. ഇനി ഇതിൻ്റെ പാൽപെബ്രൽ പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അത് ഹെൽപ്പ് ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള വോളണ്ടറി ക്ലോഷേഴ്സിനാണ്. അതായത് ജെൻറ്റിൽ ക്ലോസിങ്, നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത്, സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ഐ ക്ലോഷർ ഉണ്ടല്ലോ, ഫോഴ്സ്ഫുൾ അല്ലാത്തത്, അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പാൽപെബ്രൽ പാർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെർവ് സപ്ലൈ ടു ഓർബിക്കുലാരിസ് മസിൽ. ആൻസർ ഈസ് ഫേഷ്യൽ നെർവ്. ഫേഷ്യൽ നെർവാണ് ഓർബിക്കുലാരിസ് മസിലിന് നെർവ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത് എത്രാമത്തെ ക്രേനിയൽ നെർവാണ്? 7th ക്രേനിയൽ നെർവാണ്. അതും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഐ മസിൽ ഡിവൈഡ്സ് ലാക്രിമൽ ഗ്ലാൻഡ് ഇൻ ടു ഓർബിറ്റൽ ആൻഡ് പാൽപെബ്രൽ പാർട്സ്. ലാക്രിമൽ ഗ്ലാൻഡിനെ അതിൻ്റെ ഓർബിറ്റൽ ആൻഡ് പാൽപെബ്രൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ലെവേറ്റർ പാൽപെബ്രെ സുപ്പീരിയറിസ് മസിലാണ്, LPS മസിലാണ്. ഈ LPS മസിലിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എലിവേറ്റർ ഓഫ് അപ്പർ ഐലിഡ് ആണ്. അപ്പർ ഐലിഡിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് LPS മസിലാണ്. കറക്റ്റ് ഓർബിക്കുലാരിസ് മസിലിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷനാണ് LPSന് വരുന്നത്. നെക്സ്റ്റ്, ഡാഷ് മസിൽ ഹാസ് എ ഫ്ലാറ്റ് റിബൺ ലൈക്ക് ബെല്ലി. ഫ്രം ദി ഒറിജിൻ it passes forwards below the roof of the orbit above the superior rectus, its axis being slightly nasal. ആൻസർ എന്താണ്? ആൻസർ ഈസ് ലെവേറ്റർ പാൽപെബ്രെ സുപ്പീരിയറിസ് മസിൽ. നെക്സ്റ്റ്, നെർവ് സപ്ലൈ ടു LPS മസിൽ. LPS മസിന് നെർവ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്കുലോ മോട്ടോർ നെർവാണ്. 3rd ക്രേനിയൽ നെർവായിട്ടുള്ള ഒക്കുലോ മോട്ടോർ നെർവാണ് LPS മസിലിന് നെർവ് സപ്ലൈ കൊടുക്കുന്നത്. ഒരു കാര്യം കൂടെ, LPS മസിലും ഒരു എക്സ്ട്രാ ഓക്കുലർ മസിലാണ്. കണ്ണിൻ്റെ നമ്മൾ 6 എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ഐ മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് പഠിച്ചിരുന്നു. LPS മസിൽ എന്ന് പറയുന്നതും ഒരു എക്സ്ട്രാ ഓക്കുലർ മസിൽ തന്നെയാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഈസ് നോൺ ആസ് സ്കെൽട്ടൺ ഓഫ് ദി ഐലിഡ്സ്. ഐലിഡ്സിൻ്റെ സ്കെൽട്ടൺ ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ടാർസൽ പ്ലേറ്റ്സ് ആണ്. ടാർസൽ പ്ലേറ്റ്സിനെയാണ് ഐലിഡ്സിൻ്റെ സ്കെൽട്ടൺ ആയിട്ട് പറയുന്നത്. ഈ ടാർസൽ പ്ലേറ്റ് ആണ് ഐലിഡിന് കറക്റ്റ് ഷേപ്പും അതുപോലെ ഒരു ഫേംനെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ടാർസൽ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിംഗിൾ റോ ആയിട്ട് വെർട്ടിക്കലി പാരലൽ ആയിട്ടാണ്. പരസ്പരം വെർട്ടിക്കലി പാരലൽ ആയിട്ടാണ് ഇവ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ ലിഡിലും ഏകദേശം 20 to 30 നമ്പേഴ്സ് ടാർസൽ പ്ലേറ്റ്സ് കാണാം. ടാർസൽ ഗ്ലാൻസ് എന്നറിയപ്പെടുന്ന മെയ്ബോമിൻ ഗ്ലാൻസ് കാണുന്നതും ഈ ടാർസൽ പ്ലേറ്റ്സിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിലാണ്. മെയ്ബോമിൻ ഗ്ലാൻഡ് മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഡാഷ് ആർ മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ്സ് വിച്ച് ഓപ്പൺ ഇൻ ടു ഫോളിക്കിൾസ് ഓഫ് ഐലാഷസ്. ആൻസർ ഈസ് ഗ്ലാൻസ് ഓഫ് സീസ്. ഗ്ലാൻസ് ഓഫ് സീസ് ആണ് മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ്സ് വിച്ച് ഓപ്പൺ ഇൻ ടു ഫോളിക്കിൾസ് ഓഫ് ഐലാഷസ്. നെക്സ്റ്റ്, കറക്റ്റ് ഓർഡർ ഓഫ് ലാക്രിമൽ പാസേജ്. ലാക്രിമൽ പാസേജിൻ്റെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലാക്രിമൽ പങ്ക്റ്റ, പിന്നെ ലാക്രിമൽ കനാലിക്കുലൈ, പിന്നെ ലാക്രിമൽ സാക്ക്, പിന്നെ നാസോ ലാക്രിമൽ ഡക്റ്റ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ. പങ്ക്റ്റ, കനാലിക്കുലൈ, ലാക്രിമൽ സാക്ക്, നാസോ ലാക്രിമൽ ഡക്റ്റ്. നെക്സ്റ്റ്, ദി ഷേപ്പ് ഓഫ് ഓർബിറ്റൽ പാർട്ട് ഓഫ് ലാക്രിമൽ ഗ്ലാൻഡ്. ലാക്രിമൽ ഗ്ലാൻഡിൻ്റെ ഓർബിറ്റൽ പാർട്ടിൻ്റെ ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ആൽമോണ്ട് ഷേപ്പ്ഡ് ആണ്. ആൽമണ്ട് ഷേപ്പ്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലാക്രിമൽ ഗ്ലാൻഡിനെ LPS മസിൽ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യും. അതിലൊന്നാണ് ഓർബിറ്റൽ പാർട്ടും ഒന്ന് പാൽപെബ്രൽ പാർട്ടും. അതിൽ ഓർബിറ്റൽ പാർട്ട് കുറച്ച് വലിയ ലാർജാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് ഒരു സ്മോൾ ആൽമോണ്ട് ഷേപ്പ്ഡ് ആണ്. എന്നാൽ പാൽപെബ്രൽ പാർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ചെറുതാണ്, സ്മോൾ ആണ്. അതിൽ ഓർബിറ്റൽ പാർട്ട് കുറച്ചുകൂടെ വലുതായതുകൊണ്ട് തന്നെ അതിൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ 2 സർഫസ് ഉണ്ട്, 2 ബോർഡേഴ്സ് ഉണ്ട്, അതുപോലെ 2 എക്സ്ട്രീമിറ്റീസും ഉണ്ട്. അതിൽ സർഫസ് എന്ന് പറയുന്നത് സുപ്പീരിയർ സർഫസും ഉണ്ട്, ഇൻഫീരിയർ സർഫസും ഉണ്ട്. അതിൻ്റെ സുപ്പീരിയർ സർഫസ് ഒരു കോൺവെക്സ് ഷേപ്പ്ഡ് ആണ്. ഓർബിറ്റൽ പാർട്ടിൻ്റെ സുപ്പീരിയർ സർഫസ് ഒരു കോൺവെക്സ് ഷേപ്പ്ഡ് ആണ്. എന്നാൽ ഇൻഫീരിയർ സർഫസ് കോൺകേവ് ഷേപ്പാണ്. അതുമാത്രം ആലോചിച്ചാൽ മതി അതിൽ. പിന്നെ അതിന് 2 ബോർഡേഴ്സ് ഉണ്ട്. ആൻറ്റീരിയർ ബോർഡറും ഉണ്ട്, പോസ്റ്റീരിയർ ബോർഡറും ഉണ്ട്. ആൻറ്റീരിയർ ബോർഡർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഷാർപ്പാണ്. പോസ്റ്റീരിയർ ബോർഡർ എന്ന് പറയുന്നത് ഒരു റൗണ്ടാണ്. മാത്രമല്ല ഈ പോസ്റ്റീരിയർ ബോർഡറിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്ത പാൽപെബ്രൽ പാർട്ട് വരുന്നത്. പിന്നെ എക്സ്ട്രീമിറ്റീസ്, ലാറ്ററൽ എക്സ്ട്രീമിറ്റി എന്ന് പറയുന്നത് ലാറ്ററൽ റെക്ടസ് മസിലിലാണ് റെസ്റ്റ് ചെയ്യുന്നത്.
lateral extremity rest on lateral rectus muscle and medial extremity is related to levator palpebrae superioris muscle. LPS മസിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് മീഡിയൽ എക്സ്ട്രിമിറ്റി പറയുന്നത്. എന്നാൽ ലാറ്ററൽ എക്സ്ട്രിമിറ്റി പറയുന്നത് ലാറ്ററൽ റെക്ടസ് മസിലുമായിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ലാക്രിമൽ ഗ്ലാൻഡ് ഈസ് എ ബ്രാഞ്ച്ഡ് ട്യൂബുലോ ആൽവിയോളാർ ഗ്ലാൻഡ് സിമിലർ ഇൻ സ്ട്രക്ചർ ടു സലൈവറി ഗ്ലാൻഡ്. ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് സലൈവറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചറിനോട് സിമിലർ ആണ്. അതുപോലെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ട്യൂബുലോ ആൽവിയോളാർ ഗ്ലാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലാൻസ് ഓഫ് ക്രോസ് ആൻഡ് ഗ്ലാൻസ് ഓഫ് വോൾഫറിംഗ് ആർ ദി ആക്സസറി ഗ്ലാൻസ് ഓഫ് ദി ലാക്രിമൽ ഗ്ലാൻഡ്. ലാക്രിമൽ ഗ്ലാൻഡിൻ്റെ ആക്സസറി ഗ്ലാൻസ് ആണ് ഗ്ലാൻസ് ഓഫ് ക്രോസും ഗ്ലാൻസ് ഓഫ് വോൾവറിങ്ങും. അതുപോലെ ഇൻട്രാ ഓർബിറ്റൽ ഗ്ലാൻസ്, ഗ്ലാൻസ് ഇൻ ദി കറങ്കിൾ ആൻഡ് പ്ലൈക്ക സെമിലുനാരിസ്, ഇതും കൂടെ ആക്സസറി ലാക്രിമൽ ഗ്ലാൻസിൽ വരുന്നതാണ്. എന്തൊക്കെയാണ്? ഗ്ലാൻസ് ഓഫ് ക്രോസ്, ഗ്ലാൻസ് ഓഫ് വോൾഫറിങ്, ഇൻട്രാ ഓർബിറ്റൽ ഗ്ലാൻസ്, ഗ്ലാൻസ് ഇൻ ദി കറങ്കിൾ ആൻഡ് പ്ലൈക്ക സെമിലുനാരിസ്, ഇവയൊക്കെ ആക്സസറി ലാക്രിമൽ ഗ്ലാൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ്, മ്യൂസിൻ സെക്രേറ്ററി ഗ്ലാൻസ് ഓഫ് കൺജൻറ്റേവ കൺസിസ്റ്റ് ഓഫ്. കൺജൻറ്റേവയിൽ 2 ടൈപ്പ് ഗ്ലാൻസ് ആണ് ഉള്ളത്. മ്യൂസിൻ സെക്രേറ്ററി ഗ്ലാൻസും ഉണ്ട്, അതുപോലെ ആക്സസറി ലാക്രിമൽ ഗ്ലാൻസും ഉണ്ട്. ഇത് രണ്ടും കൺജൻറ്റേവൽ ഗ്ലാൻസ് ആണ്. അതിൽ ഈ മ്യൂസിൻ സെക്രേറ്ററി ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നവയാണ് ഗോബ്ലെറ്റ് സെൽസ്, ക്രിപ്സ് ഓഫ് ഹെല്ലി, ഗ്ലാൻസ് ഓഫ് മാൻസ് ഒക്കെ. ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂസിൻ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയെ മ്യൂസിൻ സെക്രേറ്ററി ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഗ്ലാൻസ് ഓഫ് മാൻസ് മെയിനായിട്ട് ഈ പിഗ്, കാഫ്, ഓക്സ് ഇവരുടെയൊക്കെ ലിംബൽ കൺജൻറ്റേവയിലാണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിങ്കിഷ് ക്രസൻറ്റിക് ഫോൾഡ് ഓഫ് കൺജൻറ്റേവ പ്രസൻറ്റ് ഇൻ ദി മീഡിയൽ ക്യാന്തസ്. ആൻസർ ഈസ് പ്ലൈക്ക സെമിലുനാരിസ്. പ്ലൈക്ക സെമിലുനാരിസ് എന്ന് പറയുന്നത് കൺജൻറ്റേവയുടെ ഒരു ആക്സസറി സ്ട്രക്ചറാണ്. ഇത് കാണപ്പെടുന്നത് മീഡിയൽ ക്യാന്തസിൽ പിങ്കിഷ് ക്രസൻറ്റിക് ഫോൾഡ് ആയിട്ടാണ്. ഇതൊരു വെസ്റ്റീജിയൽ സ്ട്രക്ചറാണ്. വെസ്റ്റീജിയൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഫങ്ഷൻ ഒന്നുമില്ല ഹ്യൂമൻ ബീങ്സിൽ. അതുപോലെ ലോവർ അനിമൽസിൽ ഇതിനെ തേർഡ് ഐലിഡ് എന്നാണ് പറയുക. തേർഡ് ഐലിഡ് എന്ന് ലോവർ അനിമൽസിൽ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, സ്മാൾ സോഫ്റ്റ് ഒവോയിഡ് പിങ്കിഷ് മാസ് സിറ്റുവേറ്റഡ് ഇൻ ദി ഇന്നർ ക്യാന്തസ് ജസ്റ്റ് മീഡിയൽ ടു പ്ലൈക്ക സെമിലുനാരിസ്. സ്മാൾ സോഫ്റ്റ് ഒവോയിഡ് പിങ്കിഷ് മാസ് സിറ്റുവേറ്റഡ് ഇൻ ദി ഇന്നർ ക്യാന്തസ് ജസ്റ്റ് മീഡിയൽ ടു പ്ലൈക്ക സെമിലുനാരിസ്. ആൻസർ ഈസ് കറൺകിൾ. ഈ കറൺകിൾ എന്ന് പറയുന്നത് എ പീസ് ഓഫ് മോഡിഫൈഡ് സ്കിൻ തന്നെയാണ്. മോഡിഫൈഡ് സ്കിന്നിൻ്റെ ഒരു പീസ് തന്നെയാണ് കറൺകിളും അതുപോലെ പ്ലൈക്ക സെമിലുനാരിസും ഒക്കെ ആക്സസറി കൺജൻറ്റേവൽ സ്ട്രക്ചേഴ്സ് ആയിട്ട് പറയുന്നവയാണ്. നെക്സ്റ്റ്, ദി സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കനാലിക്കുലായി ജോയിൻ ദി പങ്ക്ട ടു ദി. ആൻസർ ഈസ് ലാക്രിമൽ സാക്ക്. നമ്മൾ നേരത്തെ ലാക്രിമൽ പാസേജ് പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് സ്ട്രക്ചർ പങ്ക്തിയാണ് പറഞ്ഞത്. പങ്ക്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അപ്പർ ഐലിഡിലും ലോവർ ഐലിഡിലും കാണുന്ന സ്മോൾ ആയിട്ടുള്ള റൗണ്ടഡ് ആയിട്ടുള്ള ഓവൽ ഓപ്പണിങ്സ് ആണ് ഈ പങ്ക്ട എന്ന് പറയുന്നത്. ഈ പങ്ക്ടത്തിന് ലാക്രിമൽ സാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് കനാലിക്കുലയാണ്. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് നാസോ ലാക്രിമൽ ഡക്റ്റ്. നാസോ ലാക്രിമൽ ഡക്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 മില്ലിമീറ്റർ ആണ്. റേഞ്ച് പറയുകയാണെങ്കിൽ 12 to 24 മില്ലിമീറ്ററിൻ്റെ ഉള്ളിൽ വരും. ഈ നാസോ ലാക്രിമൽ ഡക്റ്റിൻ്റെ ഡയറക്ഷനും അതുപോലെ ഇത് ഓപ്പൺ ചെയ്യുന്ന എങ്ങോട്ടാന്നൊക്കെ നമ്മൾ മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ കാര്യം ഒന്നും കൂടെ സൂചിപ്പിക്കാം. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡൗൺവേർഡ്, പിന്നെ സ്ലൈറ്റ്ലി ഔട്ട്വേർഡ് ആൻഡ് ബാക്ക്വേർഡ്. ഡൗൺവേർഡ്, ഔട്ട്വേർഡ് ആൻഡ് ബാക്ക്വേർഡ്, ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ആൻഡ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇൻഫീരിയർ മിയാറ്റസിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ അനാട്ടമി ഓഫ് ഐബോൾ എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെ നിർത്തുകയാണ്. അതായത് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ 7 പാർട്ടുകളിലായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് സാറ്റർഡേ ഇതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോഴേക്കും എല്ലാവരും ടെക്സ്റ്റ് ബുക്കുള്ളവർ അതൊക്കെ വായിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് അതിൻ്റെ മാർക്ക് അവിടെ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് സ്വയം വിലയിരുത്താൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഫസ്റ്റ് പാർട്ടേ നമ്മൾ ചെയ്തിരുന്നുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയുള്ള ഡിസ്കഷൻ കൂടെ ഉണ്ടാവും, അതിൻ്റെ ക്ലാസ്സുകൾ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.